तुम्हारा गांव किधर है? बांग्लादेशी। तुम बांग्लादेशी? वो मेरा बहन को लिखा है। बहन में बांग्लादेशी। और तुम्हारे गांव में कहाँ है तुम? दो ठोक हमारे बांग्लादेशी। और बांग्लादेशी। दो ठोक ये आपका बांग्लादेशी? हाँ नहीं जानता। سؤال بسيط. لماذا تعددت الجرائم والقتلى في الهند؟ أين الحكومة؟ أين العقوبات؟ أرى في مقاطع الفيديو في الأيام الأخيرة كثيرا من الجرائم التي نراها في السوشيال ميديا. الولد يقتل أبوه، يقتل أمه، يقتل أخوه، يقتل ابنه. لماذا؟ ليش كل هذا؟ المفروض في حكومة، في عقوبات، في جرائم للجرائم هذه، في سجن موجود. لازم الشعب، ليش الشعب الهندي مش بيخاف من الحكومة ليه؟ لماذا؟ المفروض الشعب بيخاف من الحكومة، في عقوبات، في محاكمات. لازم كده، ما ينفع. هنا في بلادنا العربية في اللهم لك الحمد، اللهم لك الحمد، في موجود حكومة، موجود بتمنع كل الجرائم اللي بتحصل دي. كل واحد بيمشي في خطوة، تمام، لازم في عقوبات ليها. لذلك كل الناس لازم تخاف من الحكومة شوية. لازم. നമ്മുടെ നാട്ടിലെ നീതിപീഠത്തെ പേടിയില്ല, നമ്മുടെ നാട്ടിലെ നിയമത്തെ പേടിയില്ല. പക്ഷെ അറബ് രാജ്യത്ത് ഏത് വലിയവനാകട്ടെ ചെറിയവനാകട്ടെ കുറ്റം ചെയ്താൽ അവന് ശിക്ഷ ഉറപ്പാ. അങ്ങനെ നമ്മുടെ നാട്ടിൽ നിയമം ഉണ്ട് എങ്കിൽ ഇന്ന് ഒരുപാട് പാവങ്ങളെ ജീവൻ നിലനിൽക്കുമായിരുന്നു. പക്ഷെ ഇന്ന് പേടിയില്ലാതെ പോയി. രാഷ്ട്രീയക്കാരുടെ സപ്പോർട്ട്, പൊതുസമൂഹത്തിന്റെ നിലയും വിലയും, ഇതൊക്കെയാ ഇന്ന് നമ്മുടെ നാട്ടിൽ കൊലപാതകങ്ങൾ പെരുക്കുന്നതിന്റെ വലിയൊരു കാരണം. അറബ് രാജ്യത്തെ പോലെ ഒരു നിയമം, ഒരു നീതിപീഠം നമ്മുടെ രാജ്യത്ത് ഉണ്ടായിരുന്നുവെങ്കിൽ ഇന്ന് ആളുകൾ പേടിക്കുമായിരുന്നു. നിയമങ്ങൾ ആളുകൾക്ക് പേടി വേണം, നീതിപീഠത്തിന് പേടി വേണം. എന്നാൽ കുറ്റങ്ങൾ കുറയും, കൊലപാതകങ്ങൾ കുറയും. മഞ്ചേരി ചാരങ്കാവ് സ്കൂളിനടുത്ത് യുവാവിനെ കാട് വെട്ടുന്ന യന്ത്രം ഉപയോഗിച്ച് കഴുത്തറുത്ത് കൊലപ്പെടുത്തി. ചാത്തങ്ങോട്ടുപുറം സ്വദേശി പ്രവീണാണ് കൊല്ലപ്പെട്ടത്. പ്രതി ചാരങ്കാവ് സ്വദേശി മൊയ്തീൻകുട്ടിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഫോറൻസിക് ടീമും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഇൻക്വസ്റ്റ് നടപടികളാണ് നടക്കുന്നത്. കൊലപാതക കാരണം ഇതുവരെ വ്യക്തമല്ല.